കല്യാണം കഴിച്ചിട്ട് പെണ്ണിന്റെ വാപ്പയോട് പൈസ വാങ്ങിയിട്ട് മുതലാളിയാവാന്ന് വിചാരിക്കല്ലേ. മുതലാളിയാവാനുള്ള വഴി അള്ള പറഞ്ഞുതരാണ് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിച്ചിട്ട് സ്ത്രീധനം വാങ്ങിയിട്ട് ഞാൻ മുതലാളിയെ പോളാം, അതല്ല. അള്ളാഹു പറഞ്ഞുതരാണ്, സൂറത്ത് ത്വാഹ. വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയും. ആ നിസ്കാരം നിങ്ങൾ ക്ഷമിച്ച് നിലനിർത്തിപ്പോരെ. നിസ്കാരം കൊണ്ട് തുടങ്ങി, പക്ഷെ നിലനിർത്തിപ്പോരാ. റമദാനൊക്കെ ഭയങ്കര ഉഷാർ, എന്താ റാഹത്ത്, എല്ലാ വക്തും കറക്റ്റാ. വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞതായിട്ടില്ല. എന്തേ? അത് കഴിഞ്ഞാലും കുറച്ച് ക്ഷമിച്ചിട്ടല്ലേ നിലനിർത്തണമെങ്കിൽ ക്ഷമ വേണ്ടി വരും. അപ്പൊ പിന്നെ താളം തെറ്റി, വസ്തബിർ അലൈഹ എന്ന് നടന്നില്ല. അപ്പൊ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ നിസ്കരിക്കണം, പുരക്കാരൻ നിസ്കരിക്കണം. ആ നിസ്കാരം ക്ഷമയോടുകൂടെ നിലനിർത്തിക്കൊണ്ടുപോരണം. എന്നാൽ നിന്നോട് എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല മനുഷ്യ. നിന്റെ റിസ്ക് ഞാൻ തരാം. അന്തിമ വിജയം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ്. മറ്റാർക്കും ആഖിബത്ത് നന്നായി കിട്ടില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹു തആല അവരുടെ മരണനേരവും ആഖിറവും നന്നാക്കി കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തിക്കോളൂ. നിസ്കാരം നമ്മളും പുരക്കാരും നിലനിർത്തൽ അള്ളാഹു റിസ്ക് തരാനുള്ള മറ്റൊരു കാരണമാണ്. 3. നാലാമത്തേത്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ ഹൂദ് നബി അലൈഹിസ്സലാം, അവരൊക്കെ അവരുടെ സമുദായങ്ങളോട് പറഞ്ഞു കൊടുത്തത്. അതിൽ പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, ഇതേ ആശയം ഹൂദ് നബി അലൈഹിസ്സലാമും പറഞ്ഞു. യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. ഹൂദ് നബി അലൈഹിസ്സലാം ഇതേ ആശയം അല്ലാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. 3 മഹാന്മാരായ പ്രവാചകന്മാരുടെ ജിഹ്വകളിലൂടെ അല്ലാഹു പറയുന്ന റിസ്കിന്റെ ഒരു കാരണം ഇസ്തഗ്ഫിറൂ, ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പൊറുക്കലിനെ ചോദിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ മഅ്മൂമീങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 700 മറ 700 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാതെ എഴുന്നേൽക്കാറില്ലായിരുന്നുവെന്ന് ഹദീസിൽ. സുബ്ഹാനല്ലാഹ്, നമുക്ക് 10 പ്രാവശ്യം 70 കഴിയുന്നുണ്ടോ? 700 മറ 700 തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ലാതെ പറയാനുള്ളത് എന്നാ. ഇസ്തിഗ്ഫാർ തിന്മ ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്. അല്ലാഹു പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം കൊടുത്ത നബിയാണ്. മറ്റമ്പിയാക്കന്മാരെ പോലെ തന്നെ ആ ഹബീബായ തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക അല്ലാഹുവിന്റെ നിഅമത്തിന്റെ ഒരു വസീലയാണ്. അല്ലാഹുവിന്റെ ഉള്ള ഖുർബത്തിന്റെ തഖറബിന്റെ ഒരു വസീലയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. തിന്മ ചെയ്തവർ എന്തായാലും വേണ്ടേ, ഇസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. നമുക്ക് 3 പ്രാവശ്യം പറയല്ലേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. ഏറ്റവും മഹോന്നതനായ അല്ലാഹുവേ, നിന്റെ ജനാബുൽ ഹഖിലേക്ക് ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു തരണമേ. വഅതൂബു ഇലൈക്, എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് ഖേദിച്ച് സങ്കടപ്പെട്ട് ഞാൻ മടങ്ങുകയാണ് അല്ലാഹ്. ഇത് മുഅ്മിനായ ഒരു മനുഷ്യൻ പറയുന്നത് ഭൂമിയിൽ നാട്ടിൽ മഴ പെയ്യാൻ കാരണമാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ഒരു സമൂഹം ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അവർക്ക് അല്ലാഹു മഴ കൊടുക്കും. അല്ലാഹു സമ്പത്ത് നൽകി നിങ്ങളെ അല്ലാഹു സഹായിക്കും. അംബാൽ
അതൊക്കെ നമ്മൾ കയറി പോകുന്നത് എന്തിനാ? കുറച്ച് പൈസ നാട്ടിലേറെ ഇവിടെ കിട്ടുമല്ലോ. എന്നാലും ഇസ്തിഗ്ഫാർ മറക്കണ്ട. ഉറുപ്പിന്റെ റേറ്റ് എത്രയാണെന്ന് മാത്രം നോക്കിയിട്ട് നടക്കണ്ട. ഇസ്തിഗ്ഫാറും ചെയ്യ്. അല്ലാഹു തആല യസിദുക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? നിങ്ങളുടെ നിഅമത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന. അതുകൊണ്ടാണ് മക്കളില്ലാത്ത ആളുകൾ, മക്കളെ പ്രതീക്ഷിക്കുന്നവർ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലണമെന്ന് പറയുന്നത്. ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ലാഹു സമ്പത്ത് തരും, മഴ തരും, സമ്പത്ത് തരും, ബിബനീൻ, മക്കളും തരും അല്ലാഹു തആല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുന്നവർ കഴിഞ്ഞില്ല. വയജഅൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ തോട്ടങ്ങൾ, മനുഷ്യന് ഭക്ഷിക്കാൻ തോട്ടങ്ങൾ വേണം, കൃഷിയിടങ്ങൾ വേണം. അത് അല്ലാഹു നിലനിർത്തി തരികയും വയജഅൽ ലക്കും അൻഹാറ, അത് നിങ്ങൾ പോലും കഷ്ടപ്പെട്ട് നനയ്ക്കേണ്ടതിന് പകരം അല്ലാഹു ഭൂഗർഭ ജലം കൊണ്ട് അല്ലാഹു തആല നദികൾ ഒഴുക്കി നിങ്ങൾക്ക് നനച്ചു തരും. ഇസ്തിഗ്ഫാർ ചൊല്ലി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയായ നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി ഹൂദ് നബി അലൈഹിസ്സലാം, സയ്യിദുൽ അംബിയാഇ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 അമ്പിയാക്കന്മാരിലൂടെ അല്ലാഹു തആല ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഇത് സമ്പത്തുണ്ടാകാനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് ഹലാൽ കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. ഏത് സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും നന്മകൾ ചെയ്ത് ജീവിക്കുമ്പോൾ അല്ലാഹു ഏറ്റവും നല്ല ജീവിതം അവർക്ക് അല്ലാഹു തആല നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിൽ